സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. നിന്റെ മനസ്സിന്റെ ദുഷ്ടത കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ അവളെ ന്യായീകരിക്കുന്നത്. അതിപ്പോ നീ എന്നോട് ചൂടായിട്ട് എന്താ ശ്യാമളെ? ഞാൻ അങ്ങനെ ആരും പ്രത്യേകിച്ച് ന്യായീകരിക്കാൻ പറഞ്ഞതൊന്നുമല്ല. ന്യായീകരിക്കാതെ പിന്നെ എന്റെ കൊച്ചിനെ കുറിച്ച് അനുപമ പറഞ്ഞ ശരിയാണെന്നല്ലേ നീ സൂചിപ്പിച്ചത്? എന്താ അതിന്റെ അർത്ഥം? അത് പറ. അയ്യോ എന്റെ ശ്യാമളെ, അനുപമ പറഞ്ഞത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യമായി എന്തെങ്കിലും ഒന്നില്ലാതെ അവൾ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ എന്നാണ് ഞാനൊരു സംശയം പറഞ്ഞത്. ആര്? അനുപമയോ? നല്ല കഥയായി. അവള് വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനുമാ. അങ്ങനെയുള്ള അവള് പറയുന്നത് കേട്ട് എന്റെ കൊച്ചിനെ ആരും ഒന്നും പറയണ്ട. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. ഇതിപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളോന്ന് അവള് വരുമ്പോ അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം? അമ്മ മതി, ഒന്ന് നിർത്താവോ? ഈ പൊടി, നിങ്ങൾ രണ്ടുപേരും ഇതെന്താ ഈ കാണിക്കുന്നത്? അമ്മ ഈ വായിട്ട് അലക്കുന്നത് കണ്ട പിന്നെ മനസ്സിലാക്കാം അമ്മ ഇതെന്ത് ഭാവിച്ച എന്ന് ചോദിച്ചാ എടി മോളെ, ഇവള് പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇത്രയും നേരം നിങ്ങൾ രണ്ടാളും പറയുന്നത് കേട്ടോണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേക്ക് പ്ലീസ്. അനുപമ എന്നൊക്കെ ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടോ അന്നൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളൂ. ശരിയോ തെറ്റോ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. വാ തുറന്ന കള്ളം മാത്രം പറയുന്ന അനുപമയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അമ്മായി പറഞ്ഞത് 100% ശരിയാണ്. ഇനി അനുപമ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. നമ്മൾ ആരും അറിയാതെ അഞ്ജലി പോയി ആരെയോ കള്ളക്കല്യാണം നടത്തിയെന്നല്ലേ അനുപമയുടെ ആരോപണം. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, അഞ്ജലി അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. അതാ സത്യം. കണ്ടോ കണ്ടോ, ആരും മോൾക്ക് കാര്യം പിടികിട്ടി. നിനക്കില്ലാത്ത ബുദ്ധിയെ അവൾക്കുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തില് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലി അത് മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും അവൾ എന്നോട് പറയും. അതാ എന്റെ വിശ്വാസം. ഏതായാലും പുറത്തു പോയ അഞ്ജലി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അവളൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. എന്റെ ഒരേ ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം അവള് തരുന്നതോടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. അതുവരെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. ഓ, അവള് ന്യായവും അന്യായവും കണ്ടുപിടിക്കാൻ വന്നേക്കാം. അതെ, എനിക്കിത്രേ പറയാനുള്ളൂ. ഈ വീട്ടില് മേലെ കാലെടുത്ത് കുത്തരുതെന്ന് അനുപമയ്ക്ക് ഉഗ്രശാസനം നൽകിയത് ആരാ? ദാ ആ നിൽക്കുന്ന ശിവരാമേട്ടൻ.